പ്രിയമുള്ളവരെ, മനഃശാസ്ത്ര പഠനം നിർത്തിയാലോ എന്നാലോചിക്കുന്ന ഒരു കാലത്താണ് ഞാനുള്ളത്. ആക്ച്വലി ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് ജനിക്കുന്ന വീടും ആ സാഹചര്യങ്ങളെ നിശ്ചയിക്കുന്നത് ആ കുഞ്ഞല്ല. അപ്പോൾ അവിടെ ജനിച്ചു വളരുന്നത് കൊണ്ട് കുഞ്ഞിനുണ്ടാകുന്ന സ്വഭാവ പ്രത്യേകതകൾ ഉണ്ടാകുന്നു. അതിനുശേഷം ജീവിതം മുന്നോട്ട് പോകുന്നു. പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കുഞ്ഞ് കടന്നു പോകുന്നു. അങ്ങനെ അത് വളർന്നു വന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു. മനഃശാസ്ത്രം ശ്രമിക്കുന്നത് ഒരു കാര്യം ശരിയാണ്. ഈ വളർന്നു വരുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളെ മാനസികമായിട്ട് ബാധിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അതിൽ നിന്ന് നമ്മളെ ഈ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാരോഗ്യത്തിലേക്ക് നമ്മളെത്തിക്കുന്നതിൽ മനഃശാസ്ത്രം വരുത്തുന്ന പങ്ക് വളരെ വലുതാണ്. അത് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പം ഒരു വ്യക്തിയെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ, ഒരു മനഃശാസ്ത്രപരമായ ഒരു ഇതിന് കിട്ടിക്കഴിയുമ്പോൾ അവരുടെ ചൈൽഡ്ഹുഡുകളിലെ എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യണം. പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടത് എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്യുന്നു. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്: എൻ്റെ ബാല്യം അങ്ങനെ ആയതുകൊണ്ടും എൻ്റെ കൗമാരം അങ്ങനെ ആയതുകൊണ്ടും എൻ്റെ യൗവനം അങ്ങനെ ആയതുകൊണ്ടും ഒക്കെയാണ് ഇന്ന് ഈ ഒരു 34 വയസ്സിലിരിക്കുന്ന ഞാൻ എന്ന വ്യക്തി ഉണ്ടായത്. എൻ്റെ പേഴ്സണാലിറ്റിയെ ക്രിയേറ്റ് ചെയ്തത് എൻ്റെ ലൈഫിൻ്റെ ഇംപെർഫെക്ഷനുകളാണ്. അപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഇംപെർഫെക്ഷനുകളെ അതെന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. അതിന് ഞാൻ മനഃശാസ്ത്ര സഹായം തേടുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും ഒരു സഹായം തേടുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു, ആ പേടി എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ആ പേടിയുള്ള എന്നെ ഞാൻ സ്നേഹിക്കാൻ പഠിക്കണം. അതെൻ്റെ കുറവായിട്ട് എടുക്കുന്നതിനോട് എനിക്കൊന്നും യോജിക്കാൻ പറ്റുന്നില്ല. അത് എൻ്റെ ഒരു അവസ്ഥയാണ്, അതെൻ്റെ കുറവല്ല. അപ്പോൾ എല്ലാം റിപ്പയർ ചെയ്യപ്പെടേണ്ട മനുഷ്യരാണ് ലോകത്തുള്ളത് എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണോ മനഃശാസ്ത്രം എന്ന് എനിക്കൊരു ആശയക്കുഴപ്പമുണ്ട്. ഇപ്പം നിങ്ങൾ ആക്ട്രസ് ലെനയെ കുറിച്ച് എടുത്തു നോക്കുക. ആക്ട്രസ് ലെനയുടെ അത് ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് വരേണ്ട കോളായിരുന്നു. ഐ എം നോട്ട് എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ മനഃശാസ്ത്രത്തിനെ തള്ളിക്കളയുകയോ അല്ല. മനഃശാസ്ത്രം അല്ല മനുഷ്യൻ്റെ അവസാന വാക്കെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്നത് അത്ഭുതകരമായ സംഗതിയാണ്. അതിനെ മനഃശാസ്ത്ര സ്കെയിൽ കൊണ്ട് മാത്രം അളക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലെന അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, അവരുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒരു ദൈവാന്വേഷയുടെ ചോദ്യങ്ങളാണ്. സത്യം അറിയാനുള്ള ആഗ്രഹമുള്ള ഒരാളുടെ ചോദ്യങ്ങളാണ്. ആത്മീയ പാതയിലേക്ക് വരാനുള്ള വിളിയുള്ള ഒരാളുടെ ചോദ്യങ്ങളാണ്. അങ്ങനെയൊക്കെ വിളിയുള്ള ഒരു ലെന ഒരു മനഃശാസ്ത്രജ്ഞനെ സമീപിച്ചപ്പോൾ അവിടെ അവരുടെ എന്താ പറയുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുകയും ഇങ്ങനത്തെ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് അവർ മെഡിസിൻ എഴുതുന്നു, മരുന്ന് കഴിക്കുന്നു. അപ്പം ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ, സ്പെഷ്യലായിട്ടുള്ള അയാളിലുള്ള കാര്യങ്ങളെ അത് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് മനഃശാസ്ത്രം എടുത്തത്. അത് ശരിയല്ല, ആ ഡയഗ്നോസിസ് ശരിയല്ല. കാരണം ആ വ്യക്തിയുടെ സോളിനെ അഡ്രസ്സ് ചെയ്യാൻ സൈക്കോളജിക്ക് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിലുണ്ടായ മോശം അനുഭവങ്ങളൊക്കെ ചേർന്നതാണ് ഇന്ന് കാണുന്ന ഞാൻ. ആ ഇന്ന് കാണുന്ന എന്നെ ക്രിയേറ്റ് ചെയ്തതിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നെഗറ്റീവായ കാര്യങ്ങൾക്ക് പങ്കുണ്ട്. ഓക്കെ, അതെന്നെ കൺട്രോൾ ചെയ്യുന്നു, അതെന്നെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഞാൻ തിരുത്തണം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് മറ്റു മനുഷ്യരോട് കരുണ കാണിക്കാൻ പറ്റുന്നത്, മറ്റു മനുഷ്യരോട് എനിക്ക് എമ്പതി തോന്നുന്നത്, എനിക്ക് മറ്റു മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് തോന്നുന്നത്. സോ നമ്മളെല്ലാവരും ഇംപെർഫെക്ഷൻ ഉള്ള ലൈഫ് തന്നെയാണ് ജീവിക്കുന്നത്. ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഇംപെർഫെക്റ്റ് ആയി നിങ്ങൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, ഇംപെർഫെക്റ്റ് തന്നെയാണ്. അമ്മമാരിൽ വരെ കുറവുകളുള്ള ഒരു കാലഘട്ടമാണ്. അച്ഛന്മാർ, വൈദികർ, സന്യസ്തർ എല്ലാവരും ഇംപെർഫെക്റ്റ് തന്നെയാണ്. സോ ഇംപെർഫെക്ഷനുകൾ പാർട്ട് ഓഫ് ദ ലൈഫായിട്ട് എടുക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ജീവിതത്തിനെ നമ്മൾ അങ്ങ് ഫേസ് ചെയ്യണം. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. ഞാൻ ആലോചിക്കുന്ന ഒരു ഐഡിയൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവണം, നല്ല കുടുംബജീവിതം നയിക്കണം, സൊസൈറ്റിയുടെ മുമ്പിൽ നല്ല ഒരു ഭാര്യയും ഭർത്താവാകണം. അതിനുവേണ്ടി അഭിനയിക്കുന്ന കുറേ മനുഷ്യരെ എനിക്കറിയാം. പക്ഷെ ഞാൻ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഞാൻ അഭിനയിക്കുമെന്ന് വിചാരിക്കുക, അതൊരു നല്ല കാര്യമല്ല അല്ലേ? നമ്മുടെ ഹൃദയത്തോട് നമ്മൾ സത്യസന്ധത പുലർത്തുന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇംപെർഫെക്റ്റ് ആയിക്കോട്ടെ. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, ഓക്കെ, അത് രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെ സൊസൈറ്റി ഭയങ്കരമായിട്ട് അങ്ങ് റെഡ് വരയിട്ട് അങ്ങ് അടയാളപ്പെടുത്തുന്നത് കൊണ്ടാണ്. അതൊക്കെ നോർമലാണ്. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഇനി ആസ് എ പാരൻറ്റ്, ഒരു പാരൻ്റ് എന്ന നിലയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എൻ്റെ മക്കൾക്ക് പറ്റൂ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മക്കൾ എന്നേക്കാളും ഒരുപാട് ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ ജനറേഷൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി എനിക്കറിയാവുന്ന പാരൻറ്റിങ്ങും പിന്നെ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ കൂടെ ചേർന്നാണ് ഞാനൊരു പാരൻറ്റിങ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും അത് ഇംപെർഫെക്റ്റ് ആയിരിക്കും. ഇനി എൻ്റെ വിദ്യാഭ്യാസം, എനിക്കിതുവരെയും എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും ദൈവം എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. എനിക്കൊരു തൊഴിൽ ദൈവം തന്നിട്ടുണ്ട്, എനിക്ക് അറിവുണ്ട് ആ മേഖലയിൽ. പക്ഷെ എനിക്ക് എൻ്റെ ഇംപെർഫെക്റ്റ് ആയ ഒരു എഡ്യൂക്കേഷനാണ് എനിക്കുള്ളത്.
ഇനിയും എനിക്ക് ഉറപ്പില്ല അത് ഇനി എത്ര നാൾ കൂടിയാലാണ്, അത് എത്ര വർഷം കൂടിയാലാണ് അത് കംപ്ലീറ്റ് ആവുക. സോ ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരു മനുഷ്യൻ കുറവുള്ള ഒരാളാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നല്ല ഒരു വൈറ്റ് കോളർ ജോലി ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു നല്ല ആളല്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു ഫാമിങ് ചെയ്യുന്ന ഒരാൾ, ഒരു കൃഷി ചെയ്യുന്ന ഒരാൾ, ഒരു കൃഷിക്കാരനായതുകൊണ്ട് ഒരു കുറവുള്ള ആളാവുന്നില്ലല്ലോ. എഞ്ചിനീയർ മാത്രമാണ് നല്ല ആൾ നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. സോ ഇതാണ് നമ്മുടെ ലോകത്തിലെ മനുഷ്യന് കിട്ടേണ്ട വെളിച്ചം. ഞാൻ എന്താണോ അതാണ് ഞാൻ. എന്നെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായിരുന്നു. എൻ്റെ മാതാപിതാക്കൾ കുറവുള്ളവരായിരുന്നു. മദ്യപാനിയായ ഒരു അപ്പൻ്റെ മകനോ മകളോ ആയിട്ട് ഞാൻ ജനിച്ചു. സ്വഭാവ പ്രത്യേകതകളുള്ള ഒരു അമ്മയുടെ മുൻകോപിയായ ഒരു അമ്മയുടെ മകനോ മകളായിട്ട് ഞാൻ ജനിച്ചു. ഞാൻ അനുഭവിച്ചു വന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് എൻ്റെ ജീവിതം എൻ്റെ കയ്യിലാണ്. അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഹെൽപ്പ് ഫ്രം സൈക്കോളജി. പക്ഷേ ഇതൊക്കെ ആണെന്നേ നമ്മളിൽ നിന്ന് ഓടി ഒളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഐ മീൻ ഇംപെർഫെക്റ്റ് പേഴ്സൺ. എനിക്ക് എൻ്റേതായിട്ടുള്ള ബലഹീനതകളുണ്ട്. ആ ബലഹീനതകൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പം അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഇപ്പം കാല് ഞൊണ്ടുന്ന ഒരാളോട് നിങ്ങൾ കാല് ഞൊണ്ടാതെ നടക്കെങ്കിലേ നിങ്ങൾ ഈ സൊസൈറ്റിക്ക് വേണ്ട ആളാകൂ എന്ന് പറയുന്നതല്ല ശരി, അല്ലേ? അയാളുടെ പ്രത്യേകതകളെ സൊസൈറ്റി സ്വീകരിക്കണം, സമൂഹം സ്വീകരിക്കണം. അയാൾ അങ്ങനെയാണ്, പക്ഷെ അയാളൊരു വ്യക്തിയായിട്ട് നല്ല വിലമതിച്ച് തന്നെ അയാളെ നമ്മൾ ഫേസ് ചെയ്യണം. അയാളെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകതകളെ അദ്ദേഹവും അക്സെപ്റ്റ് ചെയ്തിട്ട് അതൊന്നും ഇല്ലാത്ത ഒരാളെ പോലെ എന്താ വെച്ചാൽ ആ കാര്യത്തിന് അദ്ദേഹം നോർമലായിട്ടുള്ള എല്ലാ മനുഷ്യരെയും പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം പോകും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേകത അവിടെ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രത്യേകത എനിക്ക് ഉണ്ടെന്നുള്ള അക്സെപ്റ്റൻസ് അദ്ദേഹത്തിനും ഉണ്ടാകുന്നു. അദ്ദേഹം അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരാളാണെന്നുള്ള ഒരു അക്സെപ്റ്റൻസ് സമൂഹത്തിനും ഉണ്ടാകുന്നു. സോ നിങ്ങളുണ്ടല്ലോ, ഞാനിപ്പം എന്താ ചെയ്യുന്നത്? സൈക്കോളജിയിൽ ഞാൻ മൈൻഡിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഓരോരോ കാര്യങ്ങൾ എടുത്ത് മനസ്സിലാക്കി അതിൻ്റെ കുഴപ്പങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഒരു സൈക്കോളജിസ്റ്റ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചൈൽഡ്ഹുഡിൽ എന്തുണ്ടായി, യൗവനത്തിൽ എന്തുണ്ടായി, അതെല്ലാം സോൾവ് ചെയ്ത് നിങ്ങളൊരു പെർഫെക്റ്റ് പേഴ്സൺ ആക്കാൻ ശ്രമിക്കുകയാണ്. അത് അവിടെ ഒരു പോരായ്മയുണ്ട്. എല്ലാ മനുഷ്യനും ഇംപെർഫെക്റ്റ് ആണ്. ദൈവം മാത്രമാണ് പെർഫെക്റ്റ്. സോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് സ്നേഹിക്കും. ഈ ഇംപെർഫെക്റ്റ് ദാമ്പത്യമാണ്. മക്കൾ കുറച്ച് അത്ര വിചാരിച്ച പോലെ ഒന്നും ആവുന്നില്ല. അറ്റ്സ് ഓക്കെ. അതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഡിസൈൻ. സോ അത് മതി. ഓരോ കാര്യത്തിനും ഒരു ഡിസൈൻ ഉള്ള പോലെ നമ്മുടെ ലൈഫിനൊരു ഡിസൈൻ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ ഇതൊക്കെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് സ്വീകരിക്കണം. അതായത് ഓക്കെ, ഐ ക്യാൻ അക്സെപ്റ്റ് ദിസ് ഈസ് മൈ ലൈഫ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ചെയ്യണം. അതല്ലാണ്ട് എനിക്കിത് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല, അങ്ങനെ ഒരു കണ്ടീഷനിലാണ് യു നീഡ് ഹെൽപ്പ്. പക്ഷെ അത് കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ ടോൺ ബ്ലാക്ക് കളറാണ്, എനിക്കതിന് പരാതി പറഞ്ഞ് ഞാൻ ഇരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതെൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഇതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പം നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ മാറ്റം വരുത്തുക. നമുക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ അത് ജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ് എന്ന് കരുതി, ജീവിതത്തിൻ്റെ യുണീക്കായിട്ടുള്ള ഡിസൈനിങ് ആണെന്ന് കരുതി അതിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. ദൈവം എന്നെ വളരെ വ്യത്യസ്തമായ വഴിയിലൂടെയാണ് നടത്തുന്നത്. എനിക്കും വലിയ പിടുത്തമില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എന്നാലും പോകുന്നത് ദൈവത്തിൻ്റെ പുറകെ ആയതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.